എടി ഈശേ നീ ഇപ്പൊ ചേട്ടന്റെ കൂടെ ഒരു ഫോട്ടോ ഇട്ടില്ലേ പിന്നെ അതിന്റെ പ്രോംപ്റ്റ് ഒന്ന് തന്നെ കുറെ നാളായി ചേട്ടന്റെ കൂടെ ഒരു ഫോട്ടോ ഇട്ട്. പ്രോംപ്റ്റ് ഒക്കെ ഞാൻ തരാം, പക്ഷെ ഇത് നേരെ കൊണ്ടുപോയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യരുത്. പാൻറ്റിടാൻ പ്രത്യേകം പറയണം, അല്ലെങ്കിൽ ഇതായിരിക്കും അവസ്ഥ. അതെ അതെ, ഇവിടെ ആരുടെയും മറ്റേ ദീപാവലിക്ക് എന്താ വിളക്ക് ചെറാത പൂത്തിരി എന്താണ് പിടിച്ചിട്ട് ഒരു പ്രോംപ്റ്റ് ഇല്ലേ വേറെ. ആ പ്രോംപ്റ്റ് ഞാൻ തരാട്ടോ, പക്ഷേ ഡ്രസ്സ് മാറ്റണേ. എൻ്റെ സെയിം ഡ്രസ്സ് ഞാൻ കൊന്നാളയും. പിന്നെ ഞാൻ എൻ്റെ കമ്പി മറ്റേ പൂത്തിരിയോ കമ്പിത്തിരി എന്ന് പിടിച്ചേക്കുന്നത്, അത് മാറ്റി നീ വേണം പൂവാക്കി കേട്ടോ. പ്രോംപ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്താൽ മതി. എടാ നിങ്ങൾക്ക് പ്രോംപ്റ്റ് തുടങ്ങിയാൽ എനിക്കൊരു പ്രോംപ്റ്റ് നേടാരെങ്കിലും എൻ്റെ വിചാരം കൂടി ഒരു ഫോട്ടോ കൂടി ഇല്ല. ശരിക്കും ഒരു പ്രോംപ്റ്റ് എനിക്ക് വേണ്ടേ? അയ്യേതാരത് ചേട്ടൻ കൂടെ നിൽക്കുന്ന കാവ്യ മാധവനോ? പറ്റില്ല കേട്ടോ. ഇത് ഞാൻ ഇതല്ല നമ്മളോട് ചോദിച്ചത്. ഈ ജിമ്മി ചേട്ടൻ എന്നെ പറ്റിച്ചോ? നിങ്ങൾക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്? അയ്യോ കൂടുതലൊന്നും പറയണ്ട. ദീപാവലിക്ക് ഞാനൊരു പ്രോംപ്റ്റ് എൻ്റെ ഇട്ട് കൊടുത്തു. എനിക്കാണെങ്കിൽ രമേശ് ചേട്ടൻ മീശ വെച്ചത് ആശാൻ ഇതൊക്കെയൊക്കെ ചെയ്തു തരുന്നത്. നിനക്ക് മീശയിലേ വെച്ചുള്ളൂ, കല്യാണം കഴിക്കാത്ത എൻ്റെ ഫ്രണ്ടിന് സിന്ദൂരം വരെ ഇട്ട് കൊടുത്ത ആളാണ്. ജെമ്മി ചേട്ടൻ്റെ കാര്യമാണെങ്കിൽ പറയുകയോ വേണ്ട. ഞാൻ ദീപാവലിക്ക് പ്രോംപ്റ്റ് ഇട്ട് കൊടുത്തിട്ട് കുനിഞ്ഞിരുന്ന് വിളക്ക് ചിരാഗ് കത്തിക്കുന്ന ആ ഒരു പ്രോംപ്റ്റിൽ എൻ്റെ ക്ലിവേജ് മുഴുവൻ പകുതിയും പുറത്താണ്. ഈ സാധനം ഞാൻ എവിടെയെങ്കിലും പുറത്തിടാൻ പറ്റുമോ? അങ്ങനത്തെ രീതിയിലത്തെ പണികളാണ് ജെമ്മി ചേട്ടൻ തരുന്നത്. അത് പിന്നെ ജെമിനി ചേട്ടനില്ലേ വികാരങ്ങൾ. പാവ ലോകത്തുള്ള പെണ്ണുങ്ങളെ കണ്ട് കിളി മൊത്തവും പോയി കിടക്കാൻ തോന്നുന്നു. അതെ, ആരുടെയും കയ്യിൽ ആ ഒരു മഞ്ഞ സാരി എടുത്ത് ബെഡിൽ ഇങ്ങനെ സെക്സി ആക്കി കിടന്ന് ഫോൺ ചെയ്യണ ഒരു പ്രോംപ്റ്റില്ലേ, അതൊന്ന് തരുവാരെങ്കിലും. എൻ്റെ ഉണ്ട്, പക്ഷെ തരൂല്ലേ തോന്നി. അങ്ങനെ എല്ലാവരും ഒരുപോലെ ഇട്ട് കഴിഞ്ഞാൽ മറ്റേ മരം തോന്നില്ലേ. നീ വേണമെങ്കിൽ അല്പം കൂടി സെക്സി ആവാനേ സാരി ഇല്ലാണ്ട് വേണമെങ്കിൽ ബാത്ത് ഇടണം. പ്രോംപ്റ്റ് ഞാൻ തരാം.